സോ ഹേ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ലെറ്റ്സ് പ്ലേ സീരീസ് സീസൺ 2ൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട് എൻ്റെ മൈൻക്രാഫ്റ്റ് എന്തൊക്കെയോ ആയി അടിച്ചുപോയി. ഇതിപ്പം എൻ്റെ പഴയ അക്കൗണ്ട് പോലും അല്ല, പുതിയ അക്കൗണ്ടാണ്. എന്നാ പറ്റിയെന്നറിയില്ല. ഞാൻ പുതിയ അപ്ഡേറ്റ് ചെയ്ത പിന്നെ ഗെയിം മൊത്തത്തിൽ എന്തൊക്കെയോ ആയി. എൻ്റെ സ്കിന്ന് പോയി. എനിക്ക് ഇതിനകത്തോട്ട് കയറാനേ പറ്റിയില്ല. മൈൻക്രാഫ്റ്റിൽ ഈ മോജാങ് കാണിക്കൂലേ, മോജാങ് കാണിച്ചിട്ട് മൈൻക്രാഫ്റ്റ് ലോഡിങ് സ്ക്രീൻ അത് കാണിച്ചിട്ട് അപ്പം എന്നെ പുറത്താക്കും. എനിക്ക് ഗെയിം മെനു പോലും കാണിക്കുന്നില്ലായിരുന്നു. അങ്ങനെ എന്തോ ബഗ് അടിച്ച് കിടക്കുമായിരുന്നു. ഇപ്പം ഞാൻ എന്നിട്ട് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ അക്കൗണ്ട് പോയി. അക്കൗണ്ട് തിരിച്ചെടുക്കാൻ കിട്ടിയില്ല. വിഷമമായി എനിക്ക്. അപ്പം നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. ഇന്ന് കഴിഞ്ഞ സീരീസ് ഒരു ഇതും ഇല്ലാണ്ട് തുടങ്ങിയതാണ്. പെട്ടെന്നങ്ങ് തുടങ്ങി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കളിച്ചൊരു സീരീസ് ആയിരുന്നു. ഇതിലങ്ങനെയല്ല, ഫുൾ പ്ലാൻ ഉണ്ട്. ഇതാ ഒരു ബഗ് ഇതാണ്. ഞാൻ അതൊന്നും ഞെക്കിയില്ല, തന്നെത്താനെ ഇരുന്ന് കറങ്ങുന്നത്. ഇപ്പോൾ ഞാൻ മുന്നോട്ട് ഞെക്കുന്നുമില്ല. പോയി താഴോട്ട് പോയാ ഇല്ല, ജസ്റ്റ് ഇങ്ങനെയൊക്കെ കുറച്ച് ബഗ് ഉണ്ട്. ജോയ്സ്റ്റിക്കിൻ്റെ കുഴപ്പമല്ല, ഞാൻ അല്ലാണ്ട് ടച്ച് സ്ക്രീനിലും കളിച്ച് നോക്കി. ഗെയിമിൻ്റെ കുഴപ്പം തന്നെയാണ്. എന്നാ പറ്റിയെന്നറിയില്ല. ഞാൻ അപ്ഡേറ്റ് ചെയ്ത് പിന്നെ കുറച്ച് ആൾ ഗെയിം കളിക്കാണ്ടിരുന്ന്, എന്നിട്ട് കളിക്കാൻ വേണ്ടി എടുത്തപ്പം, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ എനിക്ക് ഇതുപോലെയായിരുന്നു അവസ്ഥ. കയറാനും പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. ഇപ്പം അത്യാവശ്യം കളിക്കാനെങ്കിലും പറ്റുന്നുണ്ട്. നേരത്തെ ഗെയിമിലോട്ട് കയറാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഞാൻ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് ഞാനിതൊന്നും ഞെക്കുന്നില്ല, തന്നെത്താരൊക്കെ പോലെ നിന്നാ. എങ്ങനെ ഞാൻ എപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടിടാനാണ്? ഈ പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണിത്. ശരി, നമുക്ക് കുറച്ച് മണ്ടക്കോട്ട് കയറിയിട്ട് മരം കൊത്താം. സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. എന്നിട്ട് അവിടെ ചെറിയൊരു ബേസ് സെറ്റാക്കണം. വീടൊന്നും ആക്കുന്നില്ല നമ്മൾ. ശരിയായ നമുക്കിന്നൊരു വില്ലേജ് കണ്ടുപിടിക്കണം. എത്ര അടുത്ത് ഉണ്ടായാൽ അത്രയും നല്ലത്. നമ്മൾ 0-0 പിന്നെ 0-0 സ്പോണായത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു നോക്കാം. എനിക്ക് തോന്നുന്നു ഞാൻ നെറ്റ് വെച്ചിട്ട് കളിക്കുന്നുണ്ടാണ്. ഞാൻ നെറ്റൊന്ന് ഓഫാക്കിക്കോട്ടെ. അച്ചീവ്മെൻ്റ് ഒന്നും കിട്ടൂല, സാരമില്ല. ഇപ്പം ശരിയല്ലോ. കുറേ കൂടെ നമുക്ക് എങ്ങോട്ടെങ്കിലൊക്കെ പോയി നോക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇതിനകത്ത് പിന്നെ നമ്മുടെ കോപ്പർ ഗോള സെറ്റാക്കണം. കോപ്പർ ഗോളത്തെ വെച്ച് വലിയ പരിപാടിയൊന്നും അറിയില്ല. നമുക്ക് കുറച്ചൊന്ന് ചുറ്റിക്കറങ്ങി നോക്കാം. അല്ലേ വേണ്ട, പിക്കാസ് ആക്കിയിട്ട് സ്റ്റോണിൻ്റെ പിക്കാസിലോട്ട്, സ്റ്റോൺ ടൂൾസിലോട്ട് മാറാം. സെറ്റ്. ബെഡ് സ്റ്റോൺ ടൂൾസിലോട്ട് ആയില്ലേലും കുഴപ്പമില്ല. നമുക്ക് പിക്കാസ് വെച്ചിട്ട് ആടുന്ന തല്ലിപ്പല്ല. ഏതെൻ്റെ ബുദ്ധി. പിന്നെ അല്ല, ഇവിടെ മൊത്തം ഈ ബ്രിഡ്ജ് ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ വേറെ ഒന്നും കാണാനില്ല. സീനാവൂ. ഞാൻ കണ്ണ് മിന്നുന്നു. നീന്തിയാല. ഇവിടെ മൊത്തം സ്റ്റോൺ. ഇപ്പോൾ സ്റ്റോണിന് അവിടെ ഇപ്പം വെറുതെ ഇതായത്. നമുക്ക് ഇങ്ങോട്ടൊന്നും വഴിയില്ലല്ലോ. നേരെ തന്നെ വെച്ച് പിടിക്കാം. നമുക്ക് നേരെ ഒരൊറ്റ പോക്ക് നോക്കുക, അതായിരിക്കും നല്ലത്. ഒന്നും കാണുന്നില്ല. ഇപ്പം കാണും. ഇവിടെയും റിച്ച് ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നു. ചാടടാ. ചങ്ക് കൂട്ടിയിട്ടാലോ. ഇതങ്ങനെ വില്ലേജ് ഉണ്ടെങ്കിൽ കാണത്തുമില്ല. കണ്ട എൻ്റെ പുറകില് പാർട്ടിനെ തക്കുന്ന എന്തോ ഒരു സാധനം. ആ മാർക്കറ്റ് പ്ലേസ് കണ്ടപ്പോൾ അങ്ങ് എടുത്തിട്ട് ഫ്രീ ആയ. എത്ര പെട്ടെന്ന് വില്ലേജ് കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് അത്രയേ ഉള്ളൂ, ഒരു 5 മിനിറ്റ്. അതിനുള്ളിൽ വില്ലേജും കിട്ടും. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വീഡിയോ തീർണം. ഞാൻ വിചാരിച്ചു കുറച്ച് നടക്കേണ്ടി വരുമെന്ന്. കുറേ വില്ലേജർ ഉണ്ടല്ലോ. ഇത് എത്ര പേര് ഇത്? അതിലാദ്യം ഒരു ബെഡ് എടുക്കട്ടെ. ബെഡ് കിട്ടി. പാടിനെ തട്ടിക്കൊല്ലേണ്ടി വന്നില്ല. ഇന്നത്തെ കൊല്ലണ്ട. ലെതർ
നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അവിടെ നമ്മൾ കയറി വന്നില്ലേ, അവിടെ ബേസ് വെക്കാം. നമുക്ക് അയൺ ഫാർമ തോട്ടിലും കൂടെ, തോടല്ല സാധാരണത്തിലാക്കാം. കാരണം നമ്മൾ ബേസ് നിൽക്കുമ്പോൾ തന്നെ ഇത് വർക്കായിക്കോളും. അത് മാത്രമല്ല വില്ലേജിൽ നിന്ന് നല്ല ദൂരോട്ടുമാണ്, അതുകൊണ്ട് സീനില്ല. തന്നെ അവിടെ ചെസ്റ്റിൻ്റെ ചിഹ്നം കാണിക്കുന്ന സംഭവം റൈറ്റ് സൈഡിലെ ടോപ്പിൽ ആർക്കറി. ഞാൻ എന്നാൽ പിന്നില്ലേ കുറച്ച് റിസോഴ്സ് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഇവിടെയായിട്ട് നമുക്ക് അയൺ ഫാർമ് സെറ്റ് ചെയ്യാം. എന്നാന്നറിയില്ല, ഇന്ന് ഫുള്ള് മൂഡിലാണ്. നമ്മളെല്ലാം സെറ്റാക്കിയിട്ടേ കാര്യമുള്ളൂ. പിന്നെ ഒരു കാര്യം പറയണ്ടേ, എനിക്ക് വലുതായിട്ട് ബിൽഡ് ചെയ്യാൻ അറിയില്ല. ഫാർമിങ്ങൊക്കെ നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് അത് ചെയ്യും. ഈ നമ്മൾ ചെയ്ത സാധനത്തിൽ ഇങ്ങനെ ഡ്രോപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നല്ല രസമാണ്. അതുകൊണ്ട് എനിക്ക് ഫാർമിങ് മാത്രമാണ് മൈൻക്രാഫ്റ്റിൽ കൂടുതലായിട്ട് അറിയുന്നത്. ബിൽഡ് അങ്ങനെ അറിയില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം. ഈ ഒരു സീസൺ നമ്മൾ കിട്ടുക്കും. അങ്ങോട്ട് പോവാം. നമുക്ക് ഇവിടെ ആയിട്ട് ജസ്റ്റ് ആക്കാം. ഈ സ്റ്റോണിൻ്റെ മണ്ടയ്ക്ക് കറങ്ങല്ല, വില്ലേജ് അങ്ങോട്ടല്ലേ. ഇങ്ങനെ നോക്കാം. റിസോഴ്സ് കളക്ട് ചെയ്യാമെന്നും പറഞ്ഞ് പോയാൽ ഞാൻ ഫുള്ള് ബിൽഡ് സെറ്റാക്കിയിട്ടുണ്ട്. കണ്ട, എന്നാന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ആയിരുന്നു ബിൽഡ് ചെയ്യാനിരുന്നത്. ഇന്ന് എടുത്ത് നോക്കുമ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തില്ല. എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി, റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ റെക്കോർഡ് ചെയ്തത് അവിടെ ഇരിപ്പുണ്ട്. ഇത് വർക്കിംഗ് ആണെന്ന് ചോദിച്ചാൽ വർക്കിംഗ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ ബിൽഡ് ചെയ്ത് തീർത്തപ്പോൾ ഈ ഡ്രോപ്പ് വന്നായിരുന്നു 39. ഞാൻ പിന്നെ ഇവിടെ ചെറുതായിട്ടൊരു ക്ലിക്ക് തുടങ്ങി. ഇവിടെ വെച്ചിട്ട് വളരുന്നില്ല, അതുകൊണ്ട് ഞാനെടുത്ത് മുകളിലോട്ട് അത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബെഡ് എടുത്ത് കയ്യിൽ വെച്ചേക്കാം. കാരണം എനിക്ക് തോന്നുന്നു ബെഡ് ഉണ്ടായിട്ടാണ്. അത് തന്നെ എൻ്റെ കയ്യിൽ ബെഡ് ഉണ്ടായിരുന്നു, കയ്യിലായിരുന്നു ബെഡ്, ഇൻവെൻറ്ററിക്കകത്ത് ബെഡ് ഉണ്ടായിരുന്നു. ഞാൻ നൈറ്റ് ആയപ്പോൾ എടുത്ത് ഇവിടെ വെച്ച് കടന്നുറങ്ങിയതാണ്. പിന്നെ അതിനകത്ത് അയൻകോളം സ്പോൺ ആയിട്ടില്ല, എന്തേന്നറിയില്ല. നമുക്ക് ഔട്ട്ഡോർ അവിടെ പോയിട്ട് എടുക്കാം. ഇത് പൂച്ചയാന്ന് തോന്നുന്നു, സ്പോണിങ് പറഞ്ഞു തന്നെ പൂച്ച. 45. ഞാൻ പണ്ട് വെച്ചിട്ട് അത്ര നേരം ആയതേ ഉള്ളൂ, ഇടക്കൊന്ന് ബ്രേക്കായി. അത് കാര്യം കണ്ട. നമുക്കിനി ഇവിടെ നിന്ന് ഒരു അപ്പോൾ ഗൈസ്, ഇതായിരുന്നു ഇന്നത്തെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ്. ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഒരു അയൺ ഫാർമർ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഗെയിമിൽ എന്തെങ്കിലും ബഗ്ഗോ ലാഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. എനിക്ക് എന്നാണെന്നറിയില്ല, എനിക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ഈ ഒരു ഗെയിമിന്. അതേ സ്പോണായി. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.